മെയ് 31 അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനം. 1987 മുതൽ WHO ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും മെയ് 31 നമ്മൾ ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കും. അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പമുള്ളത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ശ്രീ ബിനു വർഗീസ് സാറാണ്. ഞാൻ ഡോക്ടർ അരവിന്ദ്, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ്, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. എല്ലാ വർഷവും നമ്മൾ പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നുണ്ട്, പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, പല അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ പുകയിലയുടെ ഉപയോഗം ഇപ്പോഴും കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് സാറിന്റെ ഒരു അഭിപ്രായം? കാരണങ്ങൾ പലതും ഉണ്ടാകും. പുകയിലയുടെ ഉപയോഗം ഗണ്യമായിട്ട്, പുകവലി എന്ന് പറയുന്നത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പുകയില രണ്ട് രൂപത്തിലാണ് വ്യക്തികൾ ഉപയോഗിക്കുന്നത്. ഒന്ന് പുകവലിയുടെ രൂപത്തിലും മറ്റൊന്ന് പുകയില്ലാത്ത സ്മോക്ക്ലെസ് ആയിട്ടുള്ള രീതിയിൽ. അതിനകത്ത് സ്മോക്കിംഗ് ഹാബിറ്റ്സും ഒരു പരിധിവരെ കുറയില്ല. കാരണം പൊതുസ്ഥലത്ത് പുകയില അല്ലെങ്കിൽ പുകവലി പാടില്ല എന്ന നിയമം കോട്ട്പ ആക്ട് വന്നതിൽ പിന്നെ സ്വാഭാവികമായി ഈ പറഞ്ഞ പുകവലി എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ മറ്റ് പുകയില ഐറ്റംസ്, അവയുടെ ഉപയോഗം, ചുണ്ടിന് വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മറ്റു തരത്തിലുള്ള പുകയില ഐറ്റംസ്, അതിന്റെ ഉപയോഗം ഗണ്യമായിട്ട് കൂടുന്നു. പണ്ട് കാലത്തുണ്ടായിരുന്ന മുറുക്കാന്റെ ഒക്കെ രൂപത്തിൽ നിന്നൊക്കെ അത് വ്യത്യസ്തമായി, 4 കൂട്ടി മുറുക്കുന്ന രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പൊ അത് മാറി ഒരു 40 കൂട്ടി മുറുക്കുന്ന രീതിയിലേക്ക്, പല സാധനങ്ങൾ ചേർത്ത് മുറുക്കുന്ന 40 കൂട്ടി മുറുക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ചുണ്ടിനടിയിൽ വെക്കുന്ന പല സാധനങ്ങളുടെ രൂപത്തിലേക്കോ ഒക്കെ പുകയിലയുടെ ഉപയോഗം മാറിയിട്ടുണ്ട്. അത് പലപ്പോഴും ദീർഘദൂര വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ രാത്രിയിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഉറക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ചിന്തകൾക്കുണ്ടായിരിക്കും. കുറച്ച് എനർജറ്റിക് ആയിരിക്കുക, ആ സമയത്ത് ഈ പറയുന്ന ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനുള്ള കണ്ടീഷൻസ് ഉണ്ടാകുക. പിന്നെ കുട്ടികളിൽ ചെറിയ ജിജ്ഞാസ കൊണ്ട്, കാരണം മുതിർന്നവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ജിജ്ഞാസ കൊണ്ട് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുമായിട്ടുള്ളവരൊക്കെ സ്വാഭാവികമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ചുണ്ടിനുള്ളിലൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഈ അടുത്ത കാലത്തൊക്കെ ഈ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ഇപ്പം സാർ കുട്ടികളിലെ ഉപയോഗം കൂടി വരുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ അതിന്റെ കുറച്ച് കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമ്മൾ 2016-17 സമയത്ത് ഇന്ത്യയിൽ നടത്തിയ ഒരു സർവേ വെച്ചിട്ട് അഡൽട്ട് പോപ്പുലേഷനിൽ ഒരു 26.7 കോടിയോളം ആൾക്കാരാണ് ഇന്ത്യയിൽ സ്മോക്കിങ്ങും സ്മോക്ക്ലെസ്സും ആയിട്ടുള്ള ടൊബാക്കോ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 10-ൽ ഒരാൾ അല്ലെങ്കിൽ 2 പേരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കുട്ടികളിലെ ഒരു സർവേ 2019 അവസാനമായിട്ട് ഓൾ ഓവർ ഇന്ത്യ നടത്തിയതിനകത്ത് 12 to 15 ഇയേഴ്സ് ഉള്ള കുട്ടികളിൽ 8.5% വരെ കുട്ടികൾ ലഹരി സാധനങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം കുട്ടികളിലെ ഈ ലഹരി ഉപയോഗം കൂടി വരുന്നതിന് എന്തൊക്കെ കാരണങ്ങളാണ്? നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? മറ്റു പണ്ട് കാലത്തുണ്ടായിരുന്ന ജീവിത രീതികളൊക്കെ കുട്ടികളിൽ നിന്ന് മാറിയിരിക്കുന്നു. ഒന്ന്, പണം കൈകാര്യം ചെയ്യുന്ന രീതികളിലെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് തുടക്കത്തിൽ എന്തെങ്കിലും ഒരു ലഹരിയെ സമീപിക്കാൻ ഉള്ള ഒരു ചിന്ത ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലഹരി വസ്തുക്കളുടെ ലോകത്തേക്കായിരിക്കും അവർ സ്വാഭാവികമായിട്ട് പോകാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ചുണ്ട് ചുമന്നിരിക്കില്ല, അല്ലെങ്കിൽ കയ്യിലോ ഈ പറയുന്ന ചുണ്ടിനോ ഒന്നും പുകയിലയുടെ സ്മെല്ല് വരാത്ത എന്തെങ്കിലും ചുണ്ടിൽ ഒതുപ്പിച്ച് കുറച്ചു നേരത്തേക്കൊക്കെ വെച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ അവയെല്ലാം ഈസിലി അവൈലബിളോടാണ് അവരെ സംബന്ധിച്ചൊരു തുടക്കക്കാരെന്ന നിലയിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. പക്ഷെ അവയൊക്കെ പിന്നീട് വലിയ വലിയ ലഹരികളുടെ ലോകത്തേക്ക് പോകുന്ന ഒരു വാതിലായി തന്നെ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഗേറ്റ് വേ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതായത്